ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 34. പണ്ട് മൃഗൻ എന്ന ഒരു അസുരപ്രവരൻ ദേവലോകം അടക്കി ഭരിക്കാൻ എന്താണൊരു മാർഗം എന്നാലോചിച്ചാലോചിച്ച് ഒടുവിൽ നാരദമുനിയെ കണ്ട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. അതിന് വിഷമമുണ്ടോ? ചുമ്മാ പോയി തപസ് ചെയ്താൽ മതിയെന്ന് മാമുനീന്ദ്രനും മറുപടി ഉരച്ചു. 3 മൂർത്തികളിൽ തപസ് ചെയ്താൽ വേഗം പ്രസാദിക്കുന്ന മൂർത്തി ആരാണ്? മൃഗൻ വീണ്ടും ഒരു സംശയം ചോദിച്ചു. 3ലും ഭേദം മുക്കണ്ണനാണെന്ന് വിരിഞ്ച സൂനു അഭിപ്രായപ്പെട്ടതനുസരിച്ച് അസുരൻ അപ്പോൾ തന്നെ അന്തകവൈരിയെ പോയി തപസ് ചെയ്യാൻ തുടങ്ങി. ശിവൻ പ്രത്യക്ഷപ്പെടുന്നില്ലെന്ന് കണ്ട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ മാംസം അറുത്ത് ഹോമിച്ചുകൊണ്ടുള്ള തപസ്സായി. എന്നിട്ടും മൃത്യുഞ്ജയൻ പ്രത്യക്ഷപ്പെട്ട് കാണായികയാൽ വാശിയോടെ മൃഗാസുരൻ തൻ്റെ തല അറുത്ത് ഹോമകുണ്ഡത്തിൽ വീഴ്ത്താനായി ഖഡ്ഗം ഉയർത്തി. പെട്ടെന്ന് കരുണാനിധിയായ കാലാരി ഹോമകുണ്ഡത്തിൽ നിന്നും ഉയർന്ന് വാളോടുകൂടി ആ ദൈത്യന്റെ കരം പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു, നിനക്കെന്തു വരം വേണം? ദേവലോകം അടക്കി ഭരിക്കണമെന്നുള്ള ആശ ഉപേക്ഷിച്ച് എൻ്റെ കൈവിരൽ തുമ്പിനാൽ ആരുടെ മൂർധാവിൽ ഞാൻ തൊടുന്നുവോ അവൻ അപ്പോൾ തന്നെ ചത്തു വീഴണം എന്നുള്ള വരം നിന്തിരുവടി എനിക്ക് നൽകണം. വീണ്ടു വിചാരമൊന്നും ആലോചിക്കാതെ വെൺമതി ചൂടൻ ആ വരം അവന് നൽകി. വരം ഫലിക്കുമോ എന്നൊന്നറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്ഷണം ആ ദാനവൻ ഉരകഭൂഷണന്റെ മൂർധാവിൽ തൊടാനായി ഉദ്ധാനം ചെയ്തെടുത്തു. അന്ധകാന്തകൻ അന്തം വിട്ട് ഓടിത്തുടങ്ങി. ദാനവൻ അദ്ദേഹത്തെ അതിവേഗം അനുധാവനം ചെയ്തു. വിരലും നീട്ടിക്കൊണ്ട് വിടാതെ തന്നെ അവനും അചലേശ്വരന്റെ പിറകെ ഓടി. പാത്രമറിയാതെ ദാനം ചെയ്തതു മൂലമുള്ള അപകടത്തെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് പശുപതി പല സ്ഥലങ്ങളിലും പ്രയാണം ചെയ്തു. എവിടെ ചെന്നാലും വിരലും ചൂണ്ടിക്കൊണ്ട് ആ അസുരനും പിനാകിയുടെ പിറകിലുണ്ട്. ഒടുവിൽ പുരാന്തകൻ നേരെ വൈകുണ്ഠത്തിലെത്തി മുരാന്തകനെ സർവ്വവിവരങ്ങളും ധരിപ്പിച്ചു. നിന്തിരുവടി പോയിക്കൊള്ളൂ എന്ന് പുഞ്ചിരി തൂകി നീലവർണ്ണൻ നീലകണ്ഠനെ സമാധാനപ്പെടുത്തി യാത്രയയച്ചതിനു ശേഷം ഒരു ബാലന്റെ വേഷത്തിൽ മൃഗൻ ഓടിവരുന്ന മാർഗമധ്യേ വന്നു നിന്നു. പാഞ്ഞു വരുന്ന ആ ദാനവനെ കണ്ട് ബാലൻ ചോദിച്ചു, ദൈത്യേന്ദ്ര, അങ്ങ് എന്തിനാണ് ഇത്ര പരിഭ്രമിച്ചോടുന്നത്? അത്യാവശ്യം വല്ല കാര്യവുമുണ്ടോ? അങ്ങയുടെ മുമ്പേ ഭ്രാന്ത് പിടിച്ച് അവതാളമട്ടിൽ ആ ശിവനും ഓടുന്നത് കണ്ടല്ലോ. അങ്ങ് എന്തിനാണ് ആ പാവം ഭ്രാന്തനെ ഇട്ടിങ്ങനെ ഓടിക്കുന്നത്? വലിയ കഷ്ടമാണ്. മൃഗൻ ഉള്ള പരമാർത്ഥം മുഴുവനും പറഞ്ഞു. ആ കുമാരൻ ഒരു ദിവ്യനാണെന്ന് അവന് തോന്നി. ബാലൻ ചിരിച്ചുകൊണ്ട് ഉരച്ചു, അയ്യോ കഷ്ടം, ശിവനിപ്പോൾ ഭ്രാന്തല്ലേ? അതല്ലേ ഞാൻ അങ്ങയോട് ചോദിച്ചത്. ആ ഭ്രാന്തന്റെ പുറകെ എന്തിനാണിങ്ങനെ ഓടുന്നു എന്ന്. ദക്ഷയാഗം നശിപ്പിച്ചതിനാൽ ദക്ഷൻ ശിവനെ ശപിച്ചിരിക്കുകയാണ്. പ്രേതം പോലെ ഭ്രാന്തനായി തീരട്ടെ എന്നാണ് ആ ശാപം. അതുകൊണ്ട് എപ്പോഴും ശുദ്ധമില്ലാത്ത ചുടലക്കളത്തിലൊക്കെയാണ് ചങ്ങാതിയുടെ വിഹാരം. ഉടുക്കുന്നതോ വെറും തോല്. കണ്ണിൽ കണ്ട പാമ്പിനെയൊക്കെ എടുത്ത് തലയിലും കഴുത്തിലും ചുറ്റിയിരിക്കുകയല്ലേ. തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഭ്രാന്ത് പിടിച്ചാൽ എന്താ ചെയ്യാത്തത്? എന്തും ചെയ്യും. ഇങ്ങനെ ഓടടാ ഓട്ടം. ആരെങ്കിലും ചോദിച്ചാൽ പഴയ നില വെച്ചുകൊണ്ട് വരങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഫലമൊന്നുമില്ലെന്ന് മാത്രം. പണ്ട് മൂപ്പീന്നിൻ്റെ കൂടെ പാർവതി എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴതുമില്ല. അവരും ഉപേക്ഷിച്ചു. നല്ല കാലത്തെ ഭാര്യയും മക്കളും സഹായിക്കാനുള്ളൂ. ദുഷ്കാലം വന്നാൽ അവരും തള്ളി പുറത്താക്കും. ഇപ്പോൾ മൂപ്പില വരം കൊടുത്താൽ ഫലിക്കുകയില്ല. ദൈവശക്തി കുറഞ്ഞുപോയി. അങ്ങേക്ക് തന്നെ വരം തന്ന് ഫലിക്കുമോ പരീക്ഷിച്ചു നോക്കിയോ? പരീക്ഷിക്കാനായി എന്തിനാ ഭ്രാന്തന്റെ പുറകെ ഓടുന്നു? എന്തൊരു പോഴത്തമാണ് കാട്ടുന്നത്. തന്നെത്താൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാമായിരുന്നല്ലോ. നോക്കിയാലും ഫലമൊന്നുമില്ല. എങ്കിലും സമാധാനത്തിന് ആ വിരലുന്ന ശിരസിൽ തൊട്ട് നോക്ക്. എന്നിട്ട് അവന്റെ പിറകെ ഓടിയാൽ പോരെ? വരത്തിന് ഫലമില്ലെന്ന് കണ്ടാൽ പിന്നെ എന്തിനാ പാവത്തിന് ഓടിക്കുന്നു? പോയിക്കൊള്ളട്ടെ ദുരിതം. കണ്ട ഏമാളി വേഷം കെട്ടി നടക്കുന്ന ഇവനെയൊക്കെ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നല്ലോ. കഷ്ടം. ആ ഏഷണിക്കാരൻ നാരദൻ പറഞ്ഞ് അങ്ങയെ കബളിപ്പിച്ചതാണിത്. സംശയമില്ല. അയാൾ പറഞ്ഞാൽ ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ 3 ലോകങ്ങളിലും നടക്കുന്ന കോലാഹലങ്ങൾക്കെല്ലാം ചരട് പിടിക്കുന്നവൻ ആ ഏഷണിക്കാരനാണ്. ഒരു തൊഴിലുമില്ലാതെ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ഒരു വിജ്ഞാനിയായ ഗന്ധർവനായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ തത്വങ്ങൾ പറയുന്നത്. ശാപം കൊണ്ട് ഒരു ബാലനായി തീർന്നു. ശിരസിൽ വിരല് തൊട്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് പഴയ രൂപം കിട്ടും എന്ന് ശിവൻ എനിക്ക് വരം തന്നു. ഇതേവരെ അതിനൊരു ഫലവും ഉണ്ടായിട്ടില്ല. എത്ര തവണ ശിരസിൽ വിരൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് ശിവൻ ഇപ്പോൾ വരശക്തി ഒന്നുമില്ലെന്ന്.
ഏതായാലും സംശയമൊന്നും വേണ്ട, പരീക്ഷിച്ചു നോക്കി വരം ഫലിക്കുന്നില്ലെന്ന് പ്രത്യക്ഷത്തിൽ കണ്ടാൽ ആ ചതിയൻ ശങ്കരനെ ഇപ്പോൾ തന്നെ നമുക്ക് ശൂലത്തിൽ കയറ്റണം. ഞാനും വരാം. ഭ്രാന്തനാണെങ്കിലും മേലാൽ അവൻ ആരെയും ഇനി കളിപ്പിക്കരുത്. ബാലൻ പറഞ്ഞതനുസരിച്ച് ഒന്ന് പരീക്ഷിക്കാമെന്ന് മൃഗാസുരന് തോന്നി. ആ വാക്കുകളിൽ മയങ്ങി ആലോചനയില്ലാതെ അവൻ തൻ്റെ വിരൽ ചൂണ്ടി സ്വന്തം നിറകയിൽ ഒന്ന് തൊട്ടു. അത്ഭുതം! അപ്പോൾ തന്നെ ആ ദാനവേന്ദ്രൻ ചത്തുമറിഞ്ഞ് നിലത്ത് വീണു. ദേവവൃന്ദവും മഹർഷികളും സുരഭില സൂനങ്ങൾ വർഷിച്ച് ഇന്ദീവരാക്ഷനെ വാഴ്ത്തി സ്തുതിച്ചു. ഇപ്രകാരം ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ കൈലാസവാസനെങ്കിലും മാമുനികൾക്ക് ഒരിക്കലൊരു സംശയമുണ്ടായി. അവരെല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് സരസ്വതി പുണ്യതീർത്ഥക്കരയിൽ വെച്ച് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഒരു ചെറിയ തർക്കമുണ്ടായി. ത്രിമൂർത്തികളിൽ മാരാരിയോ മുരാരിയോ വിരിഞ്ചനോ ആരാണ് ഏറ്റവും മഹത്വമുള്ളവൻ? അതായിരുന്നു തർക്ക വിഷയം. അത് സൂക്ഷ്മമായി ഗ്രഹിക്കുന്നതിന് വേണ്ടി എല്ലാവരും കൂടി ഭൃഗുമുനിയെ അതിനായി നിയോഗിച്ചു. മഹർഷി വര്യൻ ആദ്യം തന്നെ പിതാവായ മലർമകന്റെ സന്നിധിയിലെത്തി. അപ്പോൾ വിധാതാവ് വിശിഷ്ടരായ ബ്രഹ്മർഷികളാൽ പരിസേവിതനായി അവരുടെ മധ്യത്തിൽ ഇരിക്കുകയായിരുന്നു. ഭൃഗു ഒട്ടും മടിക്കാതെ ചെന്നപാടെ ബ്രഹ്മസിംഹാസനത്തിൽ കയറി ഞെളിഞ്ഞിരുന്നു. മുനിയുടെ ധിക്കാരം കണ്ട് ചതുർമുഖൻ കോപാകുലനായി ഭൃഗുവിനെ ശകാരിച്ചു. ഉടനെ അദ്ദേഹം അവിടെ നിന്നും നേരെ കൈലാസത്തിൽ വന്നു. മുനിയെ കണ്ട് സന്തോഷത്തോടെ പാർവതീരമണൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് എതിരേൽക്കാനായി അടുത്തപ്പോൾ ഭൃഗു അധിക്ഷേപ സ്വരത്തിൽ പറഞ്ഞു, മാറി നിൽക്ക, എന്നെ തൊടരുത്. നീ മലിനനാണ്. പുലിത്തോലുമുടുത്ത് ചുടലഭസ്മവും പൂശി നടക്കുന്ന നിന്നെ ആരു തൊടും? പോരെങ്കിൽ നീ ബ്രഹ്മഹത്യാപാപം ചെയ്തവനുമാണ്. ധാർഷ്ട്യം നിറഞ്ഞ ആ പരിഹാസം കേട്ട് രോഷാകുലനായി ചന്ദ്രചൂഢൻ ഭൃഗുവിനെ വധിക്കാൻ ശൂലം കയ്യിലെടുത്തു. ആ സമയം ഉമാദേവി അവിടെ ഓടി വന്ന് ഭർത്താവിൻ്റെ കൈ പിടിച്ച് തടുത്തുകൊണ്ട് സാന്ത്വനം പറഞ്ഞു. ആ തക്കം നോക്കി ഭൃഗു അവിടെ നിന്നും കടന്നു. അദ്ദേഹം അനന്തരം നേരെ വൈകുണ്ഠത്തിലേക്കാണ് പുറപ്പെട്ടത്. മഹർഷി പുങ്കുവൻ അവിടെ എത്തിയപ്പോൾ ഹൃഷികേശൻ ഇന്ദിരാദേവിയുടെ ഉത്സംഗത്തിൽ ഉത്തമാംഗവും വച്ചുകൊണ്ട് പള്ളിക്കുറുപ്പ് കൊള്ളുന്നു. ചെന്നപാടെ ഭൃഗു ഭഗവാന്റെ കൗസ്തുഭാലംകൃതമായ തിരുവക്ഷസിൽ കാലുപൊക്കി ഒരു ചവിട്ട് കൊടുത്തു. പെട്ടെന്ന് ഞെട്ടിയുണർന്ന് ശ്രീവല്ലഭൻ വിനയപൂർവ്വം വിധിസുതനോട് പറഞ്ഞു, അങ്ങ് വന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി, ക്ഷമിക്കണം. എന്നെ ചവിട്ടിയത് മൂലം അങ്ങയുടെ പാദങ്ങൾക്ക് വല്ല വേദനയും തോന്നിയോ? അങ്ങയുടെ പാവന പാദസ്പർശത്താൽ ഞാൻ ഇന്ന് ധന്യനായി. ഭക്തന്മാരുടെ ആഗമനം അറിയാതെ കിടന്നുറങ്ങിയ ഞാൻ മൂഢൻ തന്നെയാണ്. എൻ്റെ ശരീരത്തിലുള്ള അങ്ങയുടെ പാദമുദ്രകൾ എനിക്കെന്നും ഓർമ്മയായിരിക്കും. ഇவ்விധം അരുളി ചെയ്ത് ഭൃഗുവിനെ അനുഗ്രഹിച്ച് അനന്തശായി യാത്രയാക്കി. പാലാഴിമാത് ഭർത്താവിൻ്റെ ഭക്തവാത്സല്യം കണ്ട് ആനന്ദപുളകിതയായി. ഭൃഗു തൽക്ഷണം തന്നെ മുനിമാരുടെ മുമ്പിൽ വന്ന് 3 സ്ഥലത്തെയും അനുഭവങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. സത്വഗുണപ്രധാനനായ മൂർത്തി ശ്രീനാരായണൻ തന്നെയാണെന്ന് അവർ വിധി കൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനിൽ അവർക്ക് പൂർവാധികം ഭക്തി വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള വിഷ്ണു ഭഗവാന്റെ അവതാരമായ കൃഷ്ണൻ ദ്വാരകയിൽ മാതൃ പിതൃ കളത്രാദികളോടും സർവ സമ്പൽ സമൃദ്ധികളോടും കൂടി വാഴുന്ന കാലത്ത് അപൂർവമായ ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. മാഘമാസത്തിലെ ശ്രാവണ നക്ഷത്രവും അമാവാസിയും ഞായറാഴ്ചയും ചേർന്നുള്ള പുണ്യദിനത്തിലായിരുന്നു ആ ഗ്രഹണം. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ജനങ്ങൾ പുണ്യതീർത്ഥമായ സ്യമന്തക പഞ്ചകത്തിൽ വന്ന് സമ്മേളിച്ചു. പണ്ട് പരശുരാമൻ 21 വട്ടം ക്ഷത്രിയ രാജാക്കന്മാരെ നിഗ്രഹിച്ച് അവരുടെ രക്തം കൊണ്ട് നിർമ്മിച്ചതാണ് ആ തീർത്ഥം. അതിൽ 5 ഹ്രദങ്ങൾ ഉള്ളതിനാൽ സ്യമന്ത പഞ്ചകമെന്ന് പേരുണ്ടായി. ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് തർപ്പണങ്ങൾ അർപ്പിച്ചാൽ സർവപാപങ്ങളും തീരുമെന്നും ബലികർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും താപസമുഖ്യരും വേദിയരായ മഹാബ്രാഹ്മണരും വിധിച്ചു. അന്നു മുതൽ അതൊരു ലോക പ്രസിദ്ധിപെറ്റ മഹാതീർത്ഥമായി തീർന്നു. ആ മഹൽ പുണ്യതീർത്ഥത്തിലാണ് സൂര്യഗ്രഹണം സംബന്ധിച്ച് ബലിതർപ്പണാദികൾ നടത്താൻ ജനങ്ങൾ കൂടിയിരിക്കുന്നത്. മഹർഷികളും മഹീസുരന്മാരും മഹീപതികളും സ്ത്രീ പുരുഷന്മാരുൾപ്പെടെയുള്ള മഹാജനങ്ങളും ആ കൂട്ടത്തിലുണ്ട്.
ഹസ്തിനപുരിയിൽ നിന്നും ദുര്യോധനൻ, ദുശാസനൻ, ധൃതരാഷ്ട്രർ, വിതുരർ തുടങ്ങിയ കൗരവന്മാരും അവരുടെ പത്നിമാരും മാതാക്കളും ഭീഷ്മർ, ദ്രോണർ, ശല്യർ, കൃപർ തുടങ്ങിയ ഗുരുജനങ്ങളും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും പാണ്ഡവരും അവരുടെ മാതാവായ കുന്തിദേവിയും പാഞ്ചാലി തുടങ്ങിയ പത്നിമാരും ബന്ധുക്കളും ദ്വാരകയിൽ നിന്നും ഉഗ്രസേനൻ, ശൂരസേനൻ, വസുദേവർ, കൃഷ്ണൻ, രാമൻ തുടങ്ങിയവരും അവരുടെ പത്നികളും ദേവകി, രോഹിണി തുടങ്ങിയ മാതാക്കളും വൃന്ദാവന ഗോകുലത്തിൽ നിന്നും നന്ദഗോപർ, ഉപനന്ദൻ തുടങ്ങിയ ഗോപന്മാരും യശോദ, രാധ തുടങ്ങിയ ഗോപവനിതകളും മറ്റുള്ള പല ഗോത്രക്കാരും തേരുകളിലായും ശകടങ്ങളിലായും അവിടെ എത്തി. വളരെ ആളുകൾ നടന്നും വന്നു ചേർന്നു. വലിയ ഒരു മഹോത്സവത്തിന്റെ പ്രതീതിയും ജനക്കൂട്ടവുമാണ് അന്ന് സ്യമന്ത പഞ്ചകത്തിൽ ദൃശ്യമായത്. എല്ലാവരും തീർത്ഥ സ്നാനം ചെയ്ത് പിതൃകർമ്മങ്ങളും ബ്രാഹ്മണ ദാനങ്ങളും നടത്തി ഉപവാസം അനുഷ്ഠിച്ചു. വളരെ കാലമായി വേർപെട്ടിരുന്ന ബന്ധുക്കളെ കണ്ട് കുശല പ്രശ്നങ്ങൾ ചെയ്ത് ഓർമ്മ പുതുക്കി കൃഷ്ണപത്നിമാർ പാഞ്ചാലിയോടും കുന്തിയോടും വിശേഷിച്ച് യശോദയോടും സംഭാഷണം നടത്തി. കുന്തി കൃഷ്ണനെ വന്ന് കണ്ട് വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചു. വസുദേവരും സഹോദരിയെ വന്ന് കണ്ട് കുശലം അന്വേഷിച്ചു. ദേവകിയും യശോദയും വളരെ നേരം തങ്ങളുടെ ഓമൽ പുത്രനായ കൃഷ്ണനെ കുറിച്ച് സംസാരിച്ച് കണ്ണുനീർ തൂകി. കൃഷ്ണൻ ധർമ്മപുത്രരോടും ദുര്യോധനനോടും ഒരുപോലെ സൗഹാർദ്ദപരമായി നർമ്മസല്ലാപങ്ങൾ ചെയ്തു. പാണ്ഡവർ പ്രത്യേകം കൃഷ്ണനെ വന്ന് കണ്ട് ഭക്തിയും സ്നേഹവും പ്രകടിപ്പിച്ചു. ദുര്യോധനൻ രാമനെ സന്ദർശിച്ച് കൈവണങ്ങി. ധൃതരാഷ്ട്രരും ഉഗ്രസേനനും തമ്മിൽ പരസ്പരം കുശലങ്ങൾ അന്വേഷിച്ചു. ഭീഷ്മരും വിതുരരും കൃഷ്ണനെ സന്ദർശിച്ച് തങ്ങളുടെ സ്നേഹാതിരുവുകൾ പ്രകാശിപ്പിച്ചു. അങ്ങനെ എല്ലാവരും തമ്മിലും പരസ്പരം കണ്ടുമുട്ടി ലോഹ്യങ്ങൾ പറഞ്ഞു. നന്ദഗോപർ യാദവ ശ്രേഷ്ഠരുമായി സംസാരിച്ചു. അവരുടെ സ്നേഹബന്ധങ്ങൾ പുതുക്കി. വസുദേവർ തൻ്റെ ആത്മബന്ധുവായ നന്ദഗോപനെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്ത് പഴയ കാര്യങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു. കൃഷ്ണനായിരുന്നു അവരുടെയും പ്രധാന സംസാര വിഷയം. കൃഷ്ണൻ നന്ദഗോപന്റെയും യശോദയുടെയും മുമ്പിൽ വന്ന് താണു തൊഴുത്. യശോദ കണ്ണനെ പിടിച്ചു മടിയിലിരുത്തിക്കൊണ്ട് കണ്ണുനീർ തൂകി പറഞ്ഞു, എൻ്റെ പൊന്നുമകനെ കൃഷ്ണ, നിന്നെ എത്ര നാളായി കണ്ടിട്ട്. ഈ അമ്മയെ നീ ഇങ്ങനെ മറന്നു കളഞ്ഞല്ലോ. കംസവധത്തിനു വേണ്ടി അക്രൂരന്റെ കൂടെ പോയതിനു ശേഷം നിന്നെ ഞാൻ ഇപ്പോഴാണല്ലോ മകനെ കാണുന്നത്. ഏതാണ്ട് 45 വർഷങ്ങൾക്കപ്പുറമുള്ള കഥ. അന്നത്തെ കൊച്ചു കണ്ണനാമുണ്ണിയല്ലല്ലോ മകനെ നീ ഇപ്പോൾ. എങ്കിലും നീ എത്ര വലുതായാലും എൻ്റെ പൊന്നോമന കണ്ണൻ തന്നെയാണ്. നീ വലുതായി കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, രാജാക്കന്മാരെല്ലാം നിന്നെ വന്ന് പൂജിക്കുന്നു. ദ്വാരകയെന്ന രാജ്യം നീ ഉണ്ടാക്കി. എല്ലാം കേട്ട് ഈ അമ്മ സന്തോഷിച്ച് കണ്ണുനീർ വാർത്തുകൊണ്ട് കാലം കഴിക്കുകയായിരുന്നു. യശോദയുടെ അശ്രുക്കൾ തുടച്ചുകൊണ്ട് കൃഷ്ണൻ സാന്ത്വനപ്പെടുത്തി. അമ്മയെ സങ്കടപ്പെടാതിരിക്കൂ. അമ്മയെ ഞാൻ മറന്നിട്ടില്ല, മറക്കുകയുമില്ല. എൻ്റെ ഹൃദയത്തിൽ ഏത് സമയവും കതിരൊളി വീശുന്നത് എൻ്റെ അമ്മയുടെ സ്മരണയാണ്. കൃത്യാന്തര ബാഹുല്യം കൊണ്ടും ദുഷ്ട നിഗ്രഹ വ്യഗ്രത കൊണ്ടും അമ്മയെ വന്നു കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ലെന്നേയുള്ളൂ. എന്നെ പ്രസവിച്ചത് അമ്മയല്ലെങ്കിലും എന്നെ വളർത്തിയതും രക്ഷിച്ചതും അമ്മയാണ്. അമ്മയുടെ പാലും വെണ്ണയുമാണ് എൻ്റെ ശരീരം. ഇതെല്ലാം എനിക്ക് മറക്കാൻ കഴിയുമോ? അമ്മയെയും മറ്റ് സാന്ത്വനപ്പെടുത്താൻ ഞാൻ ഉദ്ധവരെ പറഞ്ഞയച്ചിരുന്നു. സ്നേഹത്തിൻ്റെ പ്രതീകമായി അമ്മ കൊടുത്തയച്ച വെണ്ണ, അത് 2 കുത്തായി ഞാൻ വാരി തിന്നമ്മേ. അതൊക്കെ ഞാൻ എങ്ങനെ മറക്കും? അമ്മ കരയാതിരിക്കൂ. അമ്മയുടെ കൊച്ചാരോമലുണ്ണി കൃഷ്ണൻ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകും. യശോദയും കൃഷ്ണനും തമ്മിലുള്ള സമാഗമം, അമ്മ മകനെ മടിയിലിരുത്തിക്കൊണ്ട് കണ്ണുനീർ വാർക്കുന്നതും മകൻ ആ അശ്രുക്കൾ തുടയ്ക്കുന്നതുമെല്ലാം ദേവകിയും കൃഷ്ണന്റെ പത്നിമാരും അകലത്തിൽ നിന്നുകൊണ്ട് കണ്ടു. അവർ സാവധാനം യശോദയുടെ അന്തികത്തിൽ വന്ന് നിന്നുകൊണ്ട് തൊഴുതു. ദേവകി പുത്രപത്നിമാരോടായി പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ഭർത്താവായ കൃഷ്ണന്റെ അമ്മയാണിത്. ഞാൻ പ്രസവിച്ചു എന്നേയുള്ളൂ. ഈ പുണ്യവതിയാണ് അവനെ വളർത്തിയത്. 1000 ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ത്യാഗിനിയായ പുണ്യജനനിയാണിവൾ. ആ സമയം കൃഷ്ണൻ യശോദയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പുഞ്ചിരിച്ചുകൊണ്ട് മാറി നിന്നു. അവർ ഓരോരുത്തരും യശോദയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ആ മാതാവ് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വാത്സല്യപൂർവ്വം അവരുടെ പൂമൃദുമേനികൾ തഴുകി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, എനിക്കിത് മതി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ ഇത് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. എൻ്റെ മകൻ
അവനെ ഞാൻ പെറ്റില്ലെങ്കിലും പെറ്റമ്മയായി ഞാൻ വളർത്തി. എന്നും അവൻ എൻ്റെ ആരോമൽ ഉണ്ണി തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ നൽകുന്നു. കൃഷ്ണ മകനെ, മതി മകനെ, എനിക്കെല്ലാം തൃപ്തിയായി. ഇത്രയും നാൾ നിന്നെ കാണാത്ത ദുഃഖമെല്ലാം തീർന്നു. ഞാനിന്ന് സംതൃപ്തയായി മകനെ. കണ്ണാ, കൊച്ചും നാളിൽ നീ അമ്പാടിയിൽ കിടന്ന് കാണിച്ച കളികളെല്ലാം നിന്റെ പത്നിമാരെ പറഞ്ഞു കേൾപ്പിക്കണം. യശോദ വീണ്ടും വീണ്ടും പുത്രപത്നികളെ ചുംബിച്ച് കൃഷ്ണനെയും അനവരതം ചുംബിച്ചു. ദേവകിയും യശോദയും രണ്ടമ്മമാർ കെട്ടിപ്പിണർന്നുകൊണ്ട് ആശ്ലേഷിച്ചു. ആ കാഴ്ച സർവ്വജനങ്ങളുടെയും ദൃഷ്ടികളെ ആകർഷിച്ചു. ആരുടെ ദൃഷ്ടികളിലും വെള്ളം നിറയാതിരുന്നില്ല. ഒരു മകൻ്റെ രണ്ടമ്മമാർ. ബാക്കി നമുക്ക് നാളെ പറയാം.